നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. ഒരു ടൈം ട്രാവൽ. എങ്ങോട്ടാന്നല്ലേ? നേരെ 80 വർഷം പുറകിലോട്ട്, 1940-ലെ ഇന്ത്യയിലേക്ക്. അന്ന് അവിടുത്തെ ആളുകളുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അതെ, ഇതാണ് നമ്മളെ കുഴയ്ക്കുന്ന ചോദ്യം. ഒന്നാലോചിച്ച് നോക്കൂ, ലോകം മൊത്തം ഒരു വലിയ യുദ്ധത്തിന്റെ നടുവിലാണ്. ഇന്ത്യയിലാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും. ഇങ്ങനെയൊരു സമയത്ത് സാധാരണക്കാരായ മനുഷ്യരെ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? വാ, നമുക്ക് ഒരുമിച്ച് ഈ രഹസ്യം ചുരുളഴിക്കാം. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എനിക്ക് കിട്ടിയ ഒരു പഴയ മാസികയാണ്. ഒരു ടൈം ക്യാപ്സൂൾ പോലെ. ശരിക്കും പറഞ്ഞാൽ ഭൂതകാലത്തിലേക്ക് തുറന്നുവെച്ച ഒരു ജനലാണ് ഈ മാസിക. ഇതാണ് നമ്മുടെ ആ ടൈം മെഷീൻ, അഖണ്ഡജ്യോതി. ഒരു ഹിന്ദി മാസികയാണ്. 1940 ഏപ്രിലിലെ ഒരു കോപ്പി. ഇതിന്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിന്റെ തന്നെ ഹൃദയമിടിപ്പാണ്. അപ്പം നോക്കൂ, ഒരു സൈഡിൽ യുദ്ധവും ബഹളവുമൊക്കെയായി ആകെ പ്രശ്നത്തിലായ 1940-ലെ ലോകം. മറുസൈഡിൽ ഇന്നിരുന്ന് നമ്മൾ സമാധാനത്തോടെ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്തൊരു വ്യത്യാസമാണല്ലേ? ശരി, ഇനി അധികം പറയുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആളുകൾ അവരുടെ ഉള്ളിലേക്ക് നോക്കുകയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയായിരുന്നു. ദാ നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? ഈശ്വർ ഹമേ ദിഖാതാ ക്യോ നഹീ? അതായത്, ദൈവത്തിനെ നമുക്കെന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമല്ലേ ഇത്? അടുത്ത ചോദ്യം അതിലും വലുതാണ്. മരണേക്കെ ബാദ് ഹമാര ക്യാ ഹോത്താ ഹെ? അതായത്, മരണത്തിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും? ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കാലത്തെ ആളുകളുടെ ആത്മീയമായ സംശയങ്ങളെ എത്ര സീരിയസ് ആയിട്ടാണ് ഈ മാസിക കണ്ടിരുന്നത്. ഇനിയുള്ള ചോദ്യം കുറച്ചുകൂടി ഒരു മിസ്റ്ററി ടൈപ്പാണ്. വേ കൗൺ ഹേ? അവരാരാണ്? ഇത് ചിലപ്പോ ഏതെങ്കിലും അദൃശ്യ ശക്തികളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റേതെങ്കിലും വിഭാഗങ്ങളെക്കുറിച്ചാവാം. എന്തായാലും വായനക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം, ഒരുപക്ഷെ എല്ലാ ചോദ്യങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മേ ക്യാ ഹൂം? ഞാൻ ആരാണ്? സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള ഈ ഒരു തിരച്ചില് 1940-ലെ ആളുകളുടെ പ്രധാന ചിന്താവിഷയമായിരുന്നു എന്ന് ഇതിൽ നിന്ന് ക്ലിയറാണ്. ഓക്കെ, അപ്പോൾ ഈ വലിയ വലിയ ഫിലോസഫിക്കൽ ചോദ്യങ്ങളൊക്കെ വിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് വരാം. കാരണം സെൽഫ് ഇംപ്രൂവ്മെന്റ് അതിനും അന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇതിലെ ടോപ്പിക്സ് ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ ലക്ഷ്യം ഉന്നതമായിരിക്കട്ടെ, ഓർമ്മശക്തിയും അതിന്റെ വികാസവും, പിന്നെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാം, അസ്വസ്ഥമായ മനസ്സിനെയും അതിന്റെ നിയന്ത്രണത്തെയും പറ്റി. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ വായിക്കുന്ന സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലെ ടോപ്പിക്സ് തന്നെയല്ലേ ഇതെല്ലാം? പക്ഷേ ഈയൊരു ഹെഡിങ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ബുഢാപ്പ ഏക് മാനസിക രോഗേ. അതായത്, വാർദ്ധക്യം ഒരു മാനസിക രോഗമാണ്. 80 വർഷം മുന്നേയുള്ളൊരു മാഗസിനിൽ നിന്ന് ഇത്ര മോഡേൺ, അല്ലെങ്കിൽ കുറച്ചൊരു പ്രൊവോക്കേറ്റീവായൊരു ഐഡിയ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷേ പ്രായം എന്ന് പറയുന്നത് ശരീരത്തിനല്ല, മനസ്സിനാണ് എന്ന ആശയമായിരിക്കാം ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. കുറച്ചുകൂടി കോംപ്ലക്സായ വിഷയങ്ങൾ, പഴയ വിശ്വാസങ്ങൾ ഒക്കെ ഈ മാസിക എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കാം. സയൻസും വിശ്വാസവും തമ്മിലുള്ളൊരു ചർച്ചയ്ക്ക് അന്നും ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ദാ ഈ ആർട്ടിക്കിൾ നോക്കൂ. വിഷയം ഇതാണ്: വിഗ്രഹാരാധന അശാസ്ത്രീയമാണോ? അപ്പോൾ വെറുതെ ഒന്നിനെ തള്ളിക്കളയുകയല്ല, മറിച്ച് പഴയ ആചാരങ്ങളെ ചോദ്യം ചെയ്യാനും അതിനെപ്പറ്റി ചിന്തിക്കാനും വായനക്കാരെ പ്രേരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ രണ്ട് ഭാഗത്തെയും വാദങ്ങൾ ഇതിൽ പറയുന്നുണ്ടാവാം. അതുമാത്രമല്ല, വാം മാർക്ക് പഞ്ച് മക്കാർ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള, എളുപ്പത്തിൽ മനസ്സിലാവാത്ത തരം ആത്മീയ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: അവിടുത്തെ വായനക്കാർക്ക് വെറുതെ തുലിപ്പുറമേയുള്ള അറിവ് പോരായിരുന്നു, അവർക്ക് ആഴത്തിലുള്ള ചർച്ചകൾ തന്നെ വേണമായിരുന്നു. അപ്പോൾ ഈ പഴയ മാസികയുടെ പേജുകളിലൂടെയെല്ലാം നമ്മൾ യാത്ര ചെയ്തു. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു കാലഘട്ടമില്ല. ലോകം എത്രയോ മാറിപ്പോയി, അല്ലേ? ടെക്നോളജി വന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ മാറി. പക്ഷേ ജീവിതത്തിന് എന്താണ് അർത്ഥം? മരണത്തിനപ്പുറം എന്താണ്? എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം? ഈ ചോദ്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ ഈ അടിസ്ഥാനപരമായ അന്വേഷണങ്ങൾ, അത് അന്നുമിന്നും ഒരുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. 80 വർഷം കഴിഞ്ഞു, നമ്മളിപ്പോൾ ടെക്നോളജിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതേ ചോദ്യങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കൂ.